ചക്കക്കുരു നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ വൈകുന്നേരം തന്നെ ഞാനിത് ഒരു കവറിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. ഇനി നമുക്കിതിൻ്റെ ഈ വെള്ള കളർ തൊലി ഒന്ന് കളയണം കേട്ടോ. ഇപ്പം ഞാനിതിൻ്റെ വെള്ള തൊലി മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. ബ്രൗൺ തൊലി അതിൽ തന്നെ വെക്കുക. അതിൽ ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്. ഇനി ഞാനിതിനെ ഒരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. കാരണം നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ പുറത്ത് വെച്ചാൽ എന്തായാലും അത് ചീത്തയായിപ്പോൾ. നമുക്കിതൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഈ ഒരു സ്ലൈസറിൽ. അതിൻ്റെ ഒരു പരിചയക്കുറവാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് എളുപ്പമായിട്ട് വരും. സ്ലൈസാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കണ്ടേ. സ്ലൈസാക്കാൻ പറ്റിയവർക്ക് സ്ലൈസ് തന്നെ ആക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നീളത്തിൽ ഇങ്ങനെ പിടിച്ച് ഗ്രേറ്റ് ചെയ്യണം. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ കുനുകുനാന്ന് ഗ്രേറ്റ് ചെയ്യരുത്. കണ്ടോ, ഇങ്ങനെ നീളത്തിൽ പിടിച്ച് തന്നെ ഗ്രേറ്റ് ചെയ്യാം. ഇപ്പം ഞാനിതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 2 പാത്രത്തിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വലിയ വെയിലൊന്നുമില്ല, മഴ വരാറായി. അത് കുറച്ച് സമയം, ഇത് കുറച്ചും കൂടെ വലിയ പാത്രം വേണ്ടി വരും തോന്നുന്നു. വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഒരു 3 പാത്രത്തിലായിട്ടാണ് ഉണക്കാൻ വെച്ചെടുക്കുന്നത്. 1 മണിക്കൂറെങ്കിൽ ഉണക്കാൻ വെച്ചെടുക്കാം. അങ്ങനെ കുറച്ച് സമയം വെക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ ചക്കക്കുരു ഗ്രേറ്റ് ചെയ്തത് ഒന്ന് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം വേഗം കോരി മാറ്റണം. പൊടി നന്നായിട്ട് ആവണമുണ്ടേ ഞാനിങ്ങനെ ഇതിലേക്ക് വെച്ചെടുക്കണം. നമുക്ക് ഒട്ടും വേസ്റ്റ് ആവാതെ അതുപോലെ അടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ആക്കി വെച്ചാൽ ഇങ്ങനെ മൊരിയിൽ കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഇങ്ങനെ പതിഞ്ഞു വരലൊക്കെ നിൽക്കൂട്ടോ. അപ്പോൾ മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് വറുത്തെടുക്കാം. ഞാൻ ചക്കക്കുരു എല്ലാം വറുത്തെടുത്തു. കുറച്ച് കറിവേപ്പില വറുത്തെടുക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കും ഒന്ന് മാറണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊട്ടലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ മിക്സറിലേക്ക് ഇടുന്നില്ല, പിന്നെ ഇടുന്നുള്ളൂ. അതിൽ കോരി മാറ്റാം. കുറച്ച് വെളുത്തുള്ളി. ചക്കയും ചക്കക്കുരുവൊക്കെ ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കും. ചിലർക്ക് നല്ല കൂടുതൽ പേർക്കും ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാനാണ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ. അതിൻ്റെ പതയെ കടങ്ങണം കേട്ടോ. നമുക്ക് ഇതും കൂടെ കോരി മാറ്റാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ കൊടുത്തിട്ട്. അവിടെ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
കുറച്ച് കഴിച്ച് കാണിച്ചിട്ടാ. സ്ലൈസ് ആയിട്ട് എടുത്തതാണ്. ഇത് ശരിക്കും നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് പോലെ ആക്കായിരുന്നു. ഇത് കടിച്ച് കാണിച്ചു തരാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കുറച്ച് മാറ്റി വെക്കാണ്. സ്ലൈസ് ചെയ്ത് വേണ്ട നമുക്ക്. സ്ലൈസൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് ചെറുതായിട്ടുള്ളത് മാത്രം ഇടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പിനോടൊപ്പം കുറച്ചൊരു മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മിക്സി ജാറിലേക്ക് ഞാനൊരു ടീസ്പൂൺ പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്. ഈ ചക്കക്കുരു പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും ഗ്യാസ് ഉണ്ടാക്കും. അപ്പം അത് ഒഴിവാക്കാനാണ് പെരിഞ്ജീരകം. പിന്നെ ജീരകം, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ് പൊടി. അര ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ചിപ്സ് ആവട്ടെ, അതുപോലെ മിക്സർ ആവട്ടെ, ഭയങ്കര ഉപ്പായിരിക്കും. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും അളവിന് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പും എരിവും കുറച്ചൊരു മധുരമൊക്കെ ഉള്ള ഒരു ടേസ്റ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മിക്സർ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പൊടി കുറച്ചിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ജീരകമൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ ഇപ്പം മിക്സർ പറയാനും പറ്റില്ല, ചിപ്സ് പറയാനും പറ്റില്ല, പക്ഷെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഈ അരിപ്പയുടെ പ്രശ്നമാണോ എന്നറിയില്ല, കുറച്ച് എണ്ണയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൽ ഈർപ്പമായിട്ടാണോ എന്ന് അറിഞ്ഞൂടാ, എന്തായാലും കുറച്ച് എണ്ണയുണ്ട്. ഒരു 2 ടിഷ്യൂ പേപ്പർ ലെയറും കൂടെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. ബാക്കിയുള്ള പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു വ്യത്യസ്ത ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ചാറ്റ് മസാല ഇല്ല കേട്ടോ. പക്ഷെ എല്ലാവരുടെ കയ്യിലും ഇപ്പം അത് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താലും മതി. ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചക്ക ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് നോക്കിയിട്ട് ഇത് നല്ല ക്രിസ്പി ആണെങ്കിൽ വരുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ മുഴുവനായിട്ട് വറുക്കുന്നുള്ളൂ. അത് ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്ന് ഇട്ടെടുക്കണം കേട്ടോ, അത് കരിയുണ്ട്. അതാണ് നോക്കാം, ക്രിസ്പി ഉണ്ടോന്ന് നോക്കാം. ശരിക്കും ഞാനിത് ചക്കപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഉണക്കി വെച്ചാണ്. പക്ഷെ എനിക്കൊരു തോന്നല് ചിപ്സ് ഉണ്ടാക്കിയല്ലോ. കണ്ടോ, ക്രിസ്പി ആവുന്നില്ല. ചെറിയൊരു റൗണ്ട് കൂടെ ഇട്ട് നോക്കാം. ചൂട് ആവുന്നില്ല കേട്ടോ, ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഈ ചിപ്സ് നന്നായിട്ട് വരാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ചക്ക ഉണക്കി പൊടിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും മഴയൊക്കെ പെയ്യുന്നുണ്ട്, മിക്കവിടുത്തെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ വെയിൽ കാണുമ്പോൾ ഇത് വെയിലത്ത് വെക്കുക, വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് ഉള്ളി വെക്കുക. അങ്ങനെ വേണം ഉണക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിപ്പോൾ ഒരു
രണ്ടോ മൂന്നോ ദിവസം കൂടെ വെക്കേണ്ടി വരും. അതിനുശേഷം നമുക്ക് പൊടിച്ചിട്ട് ഇഡ്ഡലിയിലോ അല്ലെങ്കിൽ ദോശയിലോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് ഉണ്ടാക്കാം, പുട്ടിലുണ്ടാക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചുടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ.